ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. ഓണത്തിന് സദ്യയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്, ഉള്ളിത്തീയൽ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഉണക്കമുളകാണ്. ഇവിടെ എനിക്ക് കാശ്മീരി ചില്ലിയെ കിട്ടിയുള്ളൂ. ഇതിന് പകരം നിങ്ങൾ സാധാ മുളക് എടുക്കണേ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ റോസ്റ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ഉലുവ ഒരു 8 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 2 പിടി നാളികേരം ചിരവീത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ട് നല്ലത് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് അതൊന്നും ആവുന്ന സമയത്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു ഏകദേശം ഒരു 230 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് ചെറിയുള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഈ കാണുന്ന പോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ആ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ എടുത്തിരിക്കുന്ന നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു വാളൻപുളിയാണ്. അത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഫുള്ള് സ്ക്വീസ് എടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല അത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ്ചർ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ചും കൂടെ വെള്ളം ആ ജാറിലേക്ക് ഇട്ടിട്ട് ബാക്കി മിക്സ്ചറും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഈ ഗ്രേവി നല്ല ബോയിലാവണം. എന്നിട്ട് അത് ഡ്രൈ ആവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളയ്ക്കാൻ വിടണം. അപ്പോൾ അതാണ് ഈ ഉള്ളിത്തീയലിൻ്റെ ടേസ്റ്റ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ നല്ല ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ആക്കുവാണ്. ഇത് ഇതുപോലെ ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുമായിട്ടുണ്ട്. ഇനി തണുക്കും തോറും ഇത് കട്ടി കൂടും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.